ഹലോ ഗൈസ്, ഇന്ന് ഞാൻ നിങ്ങൾക്കുള്ളിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് വിസ്റ്റ ഹോംസിൻ്റെ പുതിയൊരു പ്രൊജക്റ്റാണ്. 3000 സ്ക്വയർ ഫീറ്റിൽ 54 ലക്ഷം രൂപയ്ക്ക് പണിയെടുപ്പിച്ച ഈ പ്രോജക്റ്റ് നമുക്കൊന്ന് കാണാം. ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട്. ഇത് 120 വൈഡ് ടേക്ക് ഡോസ് ആണ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ശേഷം ഇൻറ്റീരിയറിലേക്ക് വരുന്ന സമയത്ത് കോബ് പിന്നെ ഹാവൽസിൻ്റെ ടി വി ബോക്സ് വിത്ത് 3 ഫേസ് കണക്ഷനാണ്. വി-ഗാർഡിൻ്റെ MCBs കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. കേബിൾസ് എല്ലാം ഉപയോഗിച്ചത് പോളിക്യാപ് ഗ്രീൻ ആണ്. സ്വിച്ചസ് GMൻ്റെ ഇത് വരുന്നുണ്ട്. അതുപോലെ സ്റ്റെയർസ് ചെയ്തിട്ടുള്ളത് വുഡൻ ഹാൻഡിലും വുഡൻ സ്റ്റെപ്സും ആണ് കൊടുത്തിട്ടുള്ളത്. വിത്ത് പോളിഷ് കൊടുത്തിട്ടുണ്ട്. GAൻ്റെ ബേസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോളോ സ്റ്റീൽസിൻ്റെ GAയും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. വിത്ത് ഗ്ലാസ് ഇൻ്റർമീഡിയറ്റ് ഗ്ലാസിൻ്റെ സെക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബെഡ്റൂമിൻ്റെ 2 സൈഡ്സിലായിട്ട് സ്വിച്ചസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. AC-ൻ്റെ സ്വിച്ച് എന്ന് പറഞ്ഞാൽ നോർമലി നമ്മൾ വയേഴ്സ് ഒരു ബോറിംഗ് മെത്തേഡിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ഹൈഡ് ചെയ്യുന്ന രീതിക്ക് ഉള്ളിലെ പൈപ്പ് ചെയ്തിട്ട് നമ്മൾ ഹൈഡ് ചെയ്തിട്ടുണ്ട്. ബാത്റൂമിലേക്ക് വരുമ്പോൾ ഫൈബർ ഡോസ് ആണ് കൊടുത്തിട്ടുള്ളത്. ടൈൽസ് ഒക്കെ വെച്ചത് ഒരു 4 ഫീറ്റ് ഹൈറ്റിൽ വാട്ടർ പ്രൂഫ് ചെയ്ത് പിന്നെ ടൈലും എപ്പോക്സി ഫില്ലിങ്ങും ചെയ്തിട്ടുണ്ട്. വാട്ടർ ലീക്കേജിൻ്റെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അത് മാക്സിമം നമ്മൾ ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. ജോൺസന്റെ ക്ലോസറ്റും കാര്യങ്ങളാണ് നമ്മൾ കൊടുത്തിട്ട് ജോൺസന്റെ ഡൈവേർട്ടറും അതിന്റെ പൈപ്പും ഷവറും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ്ങിന് നമ്മൾ പുറത്തേക്കുള്ള ഒരു കോർട്ട്യാർഡ് സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടത്തേക്ക് നമ്മളൊരു കാർട്ടൺ പ്ലസ് ഷിയർ എന്നുള്ള ഫോർമാറ്റിലാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ UPVCയുടെ ജോർജിയൻ ബാർ ഉള്ള ടൈപ്പ് ഡോക്സ് നമ്മൾ ഒരു 6 സീറ്റർ ഡൈനിങ് സ്പേസ് ആണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. കിച്ചണിൻ്റെയും സ്റ്റെയർ കേസ് ഏരിയൻ്റെയും ഇടയിലായിട്ടാണ് ഈ സ്പേസ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ 2 ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത്. ഒന്നിൽ നമ്മൾ ഈ ഒരു ഫോർമാറ്റിലാണ്, അതായത് 2 വിൻഡോസും സിംഗിൾ ആയിട്ട് കൊടുത്തു. ഒരു 4 ഡോർ വിൻഡോ ഈ സൈഡും കൊടുത്ത്. അതുപോലെ തന്നെ ബാത്റൂമിലേക്ക് പോകുന്ന സമയത്ത് വാൾ മൗണ്ട് ക്ലോസറ്റും ബാക്കിയൊക്കെ സെയിം സെറ്റിങ്സ് ആണ്. അപ്സ്റ്റെയറിൽ നമുക്ക് വരുന്ന 2 ബെഡ്റൂംസ് കൂടാതെ ഒരു ഹോൾ ഏരിയയും കൂടി വരുന്നുണ്ട്. അതുപോലെ തന്നെ പുറത്തേക്കുള്ള ഒരു ബാൽക്കണി. ഈ ബാൽക്കണീൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഏരിയൽ വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. ബാൽക്കണിയിൽ നമ്മൾ കൊടുത്തിട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിലേക്ക് ഒരു ഹാൻഡ് റെയിൽ കൊടുത്തിട്ടുള്ളത് ഗ്ലാസിൻ്റെയാണ്. അതിൻ്റെ ടോപ്പ് കോട്ടായിട്ട് നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ടോപ്പ് ഏരിയയും കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള പെയിൻറ്റ് കോൺട്രാസ്റ്റിൻ്റെ ഡിഫറൻ്റ് ആയിട്ട് ഒരു ഡാർക്ക് കളർ പെയിൻ്റാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഈ വീട്ടിലെ 4ാമത്തെ ബെഡ്റൂമാണിത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. ഒരു വാർഡ്രോബ് ഏരിയയും അതുപോലെ തന്നെ ഒരു ഡ്രസ്സിംഗ് സെക്ഷനും നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്.